ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ തെള്ളിയൂർക്കാവിൽ പോയപ്പോൾ ഞാൻ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ആണ്. ആദ്യം തന്നെ കൈ കാണിക്കുന്നത് മെഹന്തി ഇട്ടേനെയാണ്. സത്യത്തിൽ ഇതാ ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ മെഹന്തി എല്ലാം പോയി ഗൈസ്. ഇതൊന്നും അത്ര നല്ലതല്ല. സാരമില്ല, എന്തായാലും നമുക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഇട്ടു, അത്രേ ഉള്ളൂ. പിന്നെ എനിക്കെന്താ അത് ഇട്ടപ്പോൾ തൊട്ട് കൈക്കൊരു സുഖം ഇല്ല കേട്ടോ. കുറേ നാളായിട്ട് എന്തോ കയ്യിലെന്തോ ഒരു സംഭവം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം പോയി. ഇനി നമുക്ക് എന്തൊക്കെ മേടിച്ചു എന്ന് കണ്ടാലോ. ആദ്യമായിട്ട് ഞാനൊരു നേരെ കയറി ചെന്നപ്പോൾ തന്നെ ഞാനൊരു കമ്മലിൻ്റെ കടയാണ് കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ടൊരു ആകർഷണം. അപ്പോൾ എന്നാൽ അവിടെ തന്നെ കയറി എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ട് കയറി ഈ ഒരു കമ്മൽ നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വയലറ്റ് മുത്തൊക്കെ വെച്ചിട്ടുള്ളത്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. ഇതുപോലത്തെ ഒരു ഡ്രസ്സുണ്ട്. അപ്പം അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമ്മൽ മേടിച്ചത്. ഈ ഒരു വയലറ്റ് കളർ കമ്മൽ എൻ്റെ കയ്യിലില്ല. ഞാൻ പിന്നെ ഒരുപാട് ഇങ്ങനത്തെ കമ്മൽ യൂസ് ചെയ്യാറില്ല. ഇപ്പോഴാണ് കുറച്ചായിട്ട് ഇങ്ങനത്തെ കമ്മലൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത്. എന്തോ എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ വലിയ റേറ്റും തോന്നിയില്ല. 40 രൂപയ്ക്ക് നല്ലൊരു ജുംക്ക. എനിക്ക് കൂടുതൽ ജുംക്കാസാണ് ഇഷ്ടം. അപ്പോൾ അതെങ്ങ് വാങ്ങിച്ചു കേട്ടോ. ഇനി നമുക്ക് വേറെ എന്താ മേടിച്ചെന്ന് നോക്കാം. ഒരു ചപ്പലാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ചപ്പൽ എപ്പോഴും ഇവിടെ കണ്ടാലും മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ റേറ്റൊക്കെ ചോദിക്കുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും. പിന്നെ സൈസ്, കളറ് അങ്ങനെയൊക്കെ വെച്ചിട്ട് എനിക്കത് മേടിക്കാൻ പറ്റിയിട്ടേ ഇല്ല. പക്ഷേ ഈ ഒരു റേറ്റിൽ 200 രൂപയ്ക്ക് അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയത്. നല്ല ചെരുപ്പാണ്, നല്ല കംഫർട്ടാണ്. അപ്പോൾ അതിലൊരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിന് മേടിച്ചതാണ് ഈ ചെരുപ്പ്. ഇതിന് 100 രൂപ എന്തോ ആയിട്ടുള്ളൂ. നല്ലൊരു ചെരുപ്പാണ്. സെയിം എൻ്റെ ആ ചെരുപ്പിൻ്റെ മോഡൽ നല്ലൊരു ചെരുപ്പായിരുന്നു. പക്ഷേങ്കിൽ അവനിതെന്തോ ചെറുതാണ്. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് വലുപ്പം തോന്നിച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. പക്ഷെ അത് ചെറുതാണ്. പിന്നെ ഇതിൽ പൊട്ടാണ്, നെറ്റിക്ക് തൊടുന്ന പൊട്ടില്ലേ. അപ്പോൾ ഇതിനോട് എനിക്ക് ഭയങ്കര ഒരു ക്രേസാണ്. ഞാൻ ഇങ്ങനത്തെ പൊട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കൂടുതലിങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഡ്രസ്സിന് ചേരുന്ന പോലൊക്കെ തൊടാൻ പറ്റും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നത് മെറൂൺ കളറിലെ പൊട്ടാണ്. അപ്പോൾ ഇതിൽ ബ്ലാക്ക് കണ്ടപ്പോൾ ഞാനതങ്ങ് മേടിച്ചു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഒരു ചെറിയ സൈസ്, ഒരുമാതിരി നോർമൽ ഒരു സൈസാണ് കേട്ടോ. പിന്നെ ഇതൊരു സ്ലൈഡാണ്. സ്ലൈഡ് മേടിച്ചത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അമ്മയ്ക്ക് സ്ലൈഡ് ഇഷ്ടമാണ്. നമ്മൾ സ്ലൈഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എവിടെ പോയാലും നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ലൈഡ് ഞാൻ മേടിക്കാറുണ്ട് ഇതുപോലുള്ള എവിടെ പോയാലും. അപ്പോൾ സ്ലൈഡ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്ലിപ്പ് മേടിച്ചിട്ടുണ്ട്, കറുത്തൊരു ക്ലിപ്പ്. ഇത് എനിക്ക് എപ്പോഴും ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കണം. അപ്പം എൻ്റെ കയ്യിൽ ഒരുപാട് എണ്ണം ഉണ്ട്. പക്ഷേ ഞാൻ എവിടെ കൊണ്ടിട്ടേക്കോ അതെനിക്കറിയത്തില്ല. ചിലപ്പോൾ എവിടെ പോവുകയാണെങ്കിൽ അവിടെ ആയിരിക്കും. ഇത് എവിടെ പോയാലും ഞാൻ ഇത് മേടിക്കും. പക്ഷേ ഇത് 2 ദിവസം കഴിയുമ്പോൾ കാണത്തില്ല. അതാണ് സത്യം. പിന്നെ വീണ്ടും ഒരു കമ്മലുണ്ട് കേട്ടോ. ഇത് വേറൊരു കടയിൽ നിന്ന് മേടിച്ചതാണ്. അതിപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ ഹെവി ആയിട്ടുള്ളൊരു കമ്മലാണ്. ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഇച്ചിരി കൂടെ വലിയ കമ്മലിട്ടായിരുന്നു. ഞാനങ്ങ് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാറില്ല. അപ്പം അതിന് വേണ്ടിയാണ് ഒരുമാതിരി വലുതായത് കേട്ടോ. 60 രൂപ എന്തോ ഇതിന്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. നല്ല കമ്മലാണ്. അങ്ങനെ മേടിച്ചതാണ്. വലിയ വെയിറ്റ് ഒന്നും ഇല്ല. ഇട്ട് നോക്കിയപ്പം അങ്ങനെ വലിയ വെയിറ്റ് ഒന്നും തോന്നില്ല. എനിക്കൊന്ന് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഈ കമ്മൽ ഇട്ട് നോക്കി. പിന്നെ നമ്മൾ ഒരു പട്ടിക്കുട്ടിയാണ് മേടിച്ചല്ലോ. ആക്ച്വലി കാറയിലൊക്കെ വെക്കുന്നത്. അത് കാറ വെക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്. ഇവിടുത്തെ സാറ കണ്ടു കഴിഞ്ഞാൽ ഇത് കാറയിലൊന്നും വെക്കാൻ പറ്റത്തില്ല. ഇത് അനങ്ങുന്നില്ലേ. ഇത് ഇങ്ങനെ തലയിട്ട് അല്ലേ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചു. പിന്നെ നമുക്ക് എന്താ മേടിച്ച് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഒരു ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. തെളിയൂർക്കാവിൽ പോയ ഫസ്റ്റ് വീഡിയോയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബാഗ് പൊട്ടിയിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പുതിയ ബാഗ് മേടിച്ചതെന്ന്. അപ്പോൾ എൻ്റെ ബാഗ് ശരിക്കും പറഞ്ഞാൽ പൊട്ടിയിരിക്കുമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലൊരു ബാഗ് മേടിച്ചത്. ഇതുപോലെ 2-3 ഉറയുണ്ട് അതിന്. അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. 250 രൂപയാണ് അതിൻ്റെ റേറ്റ് വന്നത്. ഇതാണ് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ബാഗ്. ഇതിൽ ഇപ്പോൾ എൻ്റെ ഫോൺ വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 10-20 നമ്മുടെ കയ്യിലുള്ള പൈസ നമുക്ക് അതിനകത്ത് വെക്കാം. പക്ഷേ എവിടെ പോകുമ്പോൾ ചേട്ടൻ്റെ കൂടെ ഫോൺ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ വള്ളിക്ക് അത്ര കട്ടിയില്ല. അതിൻ്റെ വള്ളി പൊട്ടിയിരുന്നത് ഞാൻ തുന്നി വെച്ചേക്കുവാണ്. അങ്ങനെയായിരുന്നു ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം 2 പേരുടെ ഫോണും ചേട്ടൻ്റെ പേഴ്സും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടണമെങ്കിൽ ഇതുപോലൊരു ബാഗ് തന്നെ വേണം. കൂടുതലും ഞങ്ങൾ കുഞ്ഞുമായിട്ടൊക്കെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മറ്റേ വലിയ തോളിലിടുന്ന ബാഗില്ലേ, സ്കൂൾ ബാഗ് പോലത്തെ ബാഗ്, അത്രയും ബാഗാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾ തന്നെ എവിടെയെങ്കിലും പോകുമ്പോഴാണ് ഇതുപോലത്തെ ബാഗൊക്കെ വേണ്ടി വന്നത്. പിന്നെ കുഞ്ഞിന് കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോകാത്തത്, കുഞ്ഞ് കാറിൽ കയറി കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോഴേക്കും വൊമിറ്റ് ചെയ്യും.
പിന്നെ അതുപോലെ അവന് പനിയായിട്ടിരിക്കുവാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് സുഖമില്ലാതൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ യാത്ര മാത്രമല്ല, അവൻ വൊമിറ്റ് ചെയ്താൽ ഒരുപാടങ്ങ് ക്ഷീണിക്കും, ടയേർഡാവും. പിന്നെ അതുകൊണ്ടൊക്കെയാണ്. പിന്നെ കൊണ്ടുപോയാലും ഇതുപോലുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയാൽ പിന്നെ വഴക്കായിരിക്കും, അത് വേണം ഇത് വേണം അങ്ങനെയൊക്കെ. എങ്കിലും നമ്മൾ അവൻ്റെ മനസ്സറിഞ്ഞ് കുറച്ച് സാധനങ്ങൾ അവന് വേണ്ടി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അവന് വേണ്ടി അവനെ കൊണ്ടുപോകാത്തതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവന് കുറേ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫാനാണ്, കൊള്ളാം, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ കാറ്റൊന്നും നമുക്ക് കിട്ടുന്നൊന്നുമില്ല, എങ്കിലും കുഴപ്പമില്ല, അവന് ഇഷ്ടപ്പെടും. അതിന് വേണ്ടി മേടിച്ചതാണ്. പിന്നെ അവന് മേടിച്ചത് നമ്മളൊരു ട്രെയിനാണ് കേട്ടോ. അവന് ട്രെയിൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതൊരു ജിറാഫ്. ഇതൊരു അടിപൊളി സാധനമാണ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് 99 രൂപയ്ക്ക് ഇത് സൂപ്പറാണ്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല കട്ടി എല്ലാം ഉണ്ട് ഇതിന്. അപ്പോൾ 99 രൂപ ഉള്ളൂ ഇതിന് കേട്ടോ. കുഞ്ഞുറങ്ങുവാണേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത്. സൗണ്ട് കേട്ട് എണ്ണിക്കണ്ടല്ലോ. അപ്പോൾ അവൻ ഉണർന്നു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല, സാധനം എല്ലാം അവനെടുക്കും. അപ്പോൾ ഇതുപോലെ ജിറാഫ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ജീപ്പും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചേട്ടൻ പാത്ത് വെച്ചു. അവനെല്ലാം കൂടെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അവൻ കണ്ടുപിടിച്ചത് നശിപ്പിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ മേടിച്ചത് മുറം 3 മുറം 100 രൂപയ്ക്ക് കിട്ടിയതാണ്. അപ്പം ഒരു ചെറിയ സൈസ്, ഇടത്തര സൈസ്, അതുപോലെ ഒരു വലിയ സൈസ്, അങ്ങനെയാണ് മുറം കിട്ടിയത്. അപ്പോൾ ചെറിയ സൈസ് അത്യാവശ്യമാണ്. എപ്പോഴും ഇതിലൊക്കെ എളുപ്പമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുഞ്ഞു സൈസ് മുറം അത്യാവശ്യമല്ലേ. എൻ്റെ കയ്യിൽ ഇത് അത്രയിൽ ചെറുതില്ലായിരുന്നു. പിന്നെ ഈ ഒരു സൈസും അതിൻ്റെ വലുതും. മുറം എപ്പോഴും നമുക്ക് അത്യാവശ്യമാണല്ലോ, ഒരു അടുക്കളയിൽ എന്തിനും അത്യാവശ്യമുള്ള സാധനമാണ്. എല്ലാവരും മേടിക്കാൻ പോകുന്നൊരു ഐറ്റമാണിത്. അവിടെ പോകുന്നത് തന്നെ ഇതിന് വേണ്ടിയിട്ട്. നമ്മുടെ സ്രാവ്, ഇത് കാണാം, ഉണക്ക സ്രാവ്. ഉണക്കസ്രാവാണ് കേട്ടോ. നമ്മൾ 1/2 കിലോ മേടിച്ചു, ഒരുപാട് മേടിക്കാനായിട്ട്. അങ്ങനെ ഇതിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് വേണമെങ്കിൽ പോകാൻ എന്നൊരു പ്ലാനുണ്ട്. അതുകൊണ്ടിട്ട് ഞങ്ങൾ കുറച്ചൊക്കെ മേടിച്ചിട്ടില്ല. പക്ഷേ ഉള്ളൂ, ഇതിനെ വെച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ഇത്ര മേടിച്ചുള്ളൂ. അപ്പോൾ ഇത് മേടിക്കാനാണ് മെയിനായിട്ട് അവിടെ ആൾക്കാർ പോകുന്നത്. ഇതാണ് അവർക്ക് മെയിനായിട്ടുള്ള ഒരു സംഭവം, ഉണക്കസ്രാവ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എത്തിയത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് 1/2 കിലോ മേടിച്ചു. 1/2 കിലോയ്ക്ക് തന്നെ മേടിച്ചു. പിന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് സ്നാക്സ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. മിക്സ്ചർ, കുക്കീസ്, അതുപോലെ തന്നെ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് അത്. കുക്കീസ് അത്. പിന്നെ അതിനകത്തൊരു 3-4-5 ഐറ്റംസ് ഉണ്ട് കുക്കീസിനകത്ത് തന്നെ. പിന്നെ ഇത് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കിയാലോ. മിക്സർ തന്നെ നമുക്ക് ആദ്യം പരീക്ഷിക്കാം കേട്ടോ. ഞാൻ മിക്സർ ടേസ്റ്റ് ചെയ്യാൻ സ്പൂണൊന്നും എടുത്തിട്ട് വന്നിട്ടില്ല ഗൈസ്, പെട്ടെന്നുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ എടുത്തില്ലെങ്കിൽ കുഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും തരില്ല. ഇതല്ല, കളിപ്പാട്ടമൊന്നും വീഡിയോ എടുക്കാനായിട്ട് തരില്ല. അപ്പോൾ അവനില്ല, അതെല്ലാം എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ അവൻ എണീക്കുന്നതിന് മുമ്പ് അങ്ങ് വീഡിയോ ചെയ്യാമെന്ന് കരുതി ആ മുറിക്കകത്ത് കയറി അടച്ചിട്ടിട്ട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ മിക്സർ ഞാൻ മധുരമില്ലാത്ത മേടിച്ചെന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് മിക്സർ ഇഷ്ടമാണ്. അപ്പം അവൻ കുറച്ചൊക്കെ കഴിക്കും. അപ്പം മധുരമില്ലാത്താകുമ്പോഴേ കഴിക്കത്തുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനത്തെ കുറച്ച് മേടിച്ചത്. പിന്നെ കുക്കീസ് ആണെങ്കിലും അവന് കുക്കീസ് ഇഷ്ടമാണ്. മധുരമുള്ളതിനോട് അവനും താല്പര്യമാണ്. ഒരുപാട് കഴിക്കില്ല എങ്കിലും കുക്കീസൊക്കെ ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്, ചേട്ടനും ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടം അതൊക്കെ. അതുകൊണ്ടാണ് അതൊക്കെ മേടിച്ചത്. അപ്പോൾ ഈ കുക്കീസ് ഇതിനകത്ത് 3-4 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കഴിക്കുന്നതിന് മധുരമുണ്ട്, ഒരുമാതിരി നല്ല മധുരമുണ്ട് അതിനും. അതെനിക്കിഷ്ടപ്പെട്ടു. അങ്ങനത്തെ മധുരമുള്ളതൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് നല്ലതാണ് കേട്ടോ. പിന്നെ അതിനകത്ത് വേറൊരു വൈറ്റ് കളറിലെ ഒരുമാതിരി ഇച്ചിരി വലിപ്പമുള്ളവരുണ്ട്. അത് പൊട്ടിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. പൊട്ടാത്തത് നോക്കി എടുത്തിട്ടും അതിനകത്ത് പൊട്ടിയൊക്കെ കിടപ്പുണ്ട്. അപ്പം അതിന് ഓവർ മധുരമില്ല, നോർമലാണ്. അതൊരു റസ്കിൻ്റെയൊക്കെ റെസിപ്പി പോലെ തോന്നുന്നു. അതും കുഴപ്പമില്ല, അതെനിക്കിഷ്ടപ്പെട്ടു. അതിനകത്തൊരു ബ്രൗൺ കളറുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ വലിയ കാര്യത്തിൽ കടിച്ച് നോക്കിയപ്പം അതിന് എരിവാണ് ഗൈസ്. അതിന് ഭയങ്കര എരിവായിരുന്നു കേട്ടോ. അത് ഇത്ര മധുരത്തിൻ്റെ ഇടയ്ക്ക് എരിവ് കൂടെ ചെന്നപ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റി. എനിക്ക് ആ കുക്കീസ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പൊതുവേ എരിവിനോട് താല്പര്യമില്ല. എരിവ് കഴിക്കും, പക്ഷേ ഇങ്ങനെയുള്ള ഐറ്റംസ് എരിവിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പം കുക്കീസ് കുഴപ്പമില്ല, നമുക്ക് എരിവ് കഴിക്കുന്നവർക്ക് കൊടുക്കാം, ഷുഗർ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ അവർക്ക് കൊടുക്കാം. അപ്പം ഈ ഒരു വൈറ്റ്, ഇത് കുറച്ചും കൂടെ മധുരമുണ്ട്. ഇത് നല്ല സോഫ്റ്റ് കുക്കീസാണ് കേട്ടോ. നല്ല മധുരം തോന്നിച്ച് എനിക്കത് കഴിച്ചപ്പോൾ. അത് കൊള്ളാം,
അതും എനിക്കിഷ്ടപ്പെട്ടു. ഇതിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ എല്ലാം പൊടിഞ്ഞ് പൊടിഞ്ഞ് താഴെ പോവാം, അതായത് മധുരമല്ലേ. പിന്നെ പിന്നെ ഒരു വലിയൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അപ്പം വേറെ അലുവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കോഴിക്കോടൻ അലുവ സംഭവം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചേട്ടൻ തന്നെ പറഞ്ഞു വേണ്ട എന്നുള്ളത്. പിന്നെ ഒരുപാട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കേണ്ടെന്ന് വിചാരിച്ച്. സത്യത്തിൽ നമ്മൾ കാണാൻ പോയതല്ലേ, എല്ലാം ഒന്ന് കണ്ട് കേട്ട് വരാം എന്നുള്ള രീതിയിൽ പോയതല്ലേ. പിന്നെ പക്ഷേ എവിടെ പോയാലും നമ്മൾ ഇതുപോലത്തെ കുറച്ച് ഐറ്റം എപ്പോഴും മേടിക്കാറുണ്ട്, സ്നാക്സൊക്കെ മേടിച്ച് കഴിക്കാറുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിനകത്തുണ്ടായിരുന്നത്. എരിവുള്ളതും ബാക്കിയെല്ലാം, ഒരു എരിവുള്ളതും ബാക്കിയെല്ലാം മധുരമുള്ള കുക്കീസും ആയിരുന്നു. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ, മിക്സ്ഡ് ആയിട്ടുള്ള. അതിലും ഈ പറഞ്ഞ പോലെ മധുരവും മധുരം ഇല്ലാത്തതുമായിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ഇത് എല്ലായിടത്തും ഇപ്പോൾ ഉണ്ടല്ലോ, എന്ത് പെരുന്നാളായാലും ഉത്സവമായാലും എവിടെ പോയാലും ഇതുപോലത്തെ ഐറ്റം ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐറ്റം നമ്മൾ മേടിച്ചു. ഇതെല്ലാം ഓരോന്നിനും കുക്കീസിന് 100 രൂപ, ഇതിന് 100 രൂപ. മറ്റേ മിക്സറിന് മാത്രമേ ഉള്ളൂ 50 രൂപ. ഞാനത് കുറച്ച് മേടിച്ചിട്ടുണ്ട്. ഇത്ര സാധനങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയൊക്കെ മേടിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കൂടെ വന്ന ചേട്ടനാണ് കൂടുതലും പിച്ചാത്തിയും അതുപോലെ തന്നെ വെട്ടോത്തിയും ചിരവ അങ്ങനെയുള്ള ഐറ്റമൊക്കെ മേടിച്ചത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടന് വീട് പണി നടക്കുവാണ്, അപ്പോൾ ചേട്ടന് ഒരു കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ ചേട്ടൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് ഇതൊക്കെ ഒന്ന് കാണുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് തള്ളിയൂർക്കാവിൽ പോകുന്നത്, അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക, അതാണ് മെയിൻ നമ്മുടെ ഉദ്ദേശം. ഇനി നമുക്ക് വേണമെങ്കിൽ പോകാമല്ലോ. പിന്നെ ചേട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു കൃഷ്ണ വിഗ്രഹം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് 250 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ, നമുക്ക് തിരഞ്ഞെടുത്ത് മേടിക്കാനൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. വിലയും നല്ല ഇതിൽ നല്ല ഗ്ലാസ്സുകളൊക്കെ ആണെങ്കിലും 4 100 രൂപ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പം ആദ്യമായിട്ടാണ് തെള്ളിയൂർ പോകുന്നത് തന്നെ, ഇതിന് മുമ്പൊന്നും പോയിട്ടില്ല. അപ്പം ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടപ്പം തെള്ളിയൂർ പോകണമെന്ന് തോന്നിയത് കൊണ്ടിട്ടാണ് അങ്ങനെ പോയതാണ്. അതിന് വലിയ പ്രിപ്പറേഷനൊക്കെ അങ്ങനൊന്നും അല്ല പോയത്, ജസ്റ്റ് ഒന്ന് കാണാം എന്നുള്ള ഒരിതിലാണ് പോയത്. അപ്പോൾ നമ്മൾ നേരെ ചെന്ന് അമ്പലത്തിൽ തൊഴുതിട്ടൊക്കെ ഇങ്ങനെ കടകളിലൊക്കെ കയറി കുറച്ച് അത്യാവശ്യം വേണ്ട. പിന്നെ പിച്ചാത്തി വെട്ടോത്തി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വേറെ കാണിക്കാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നില്ല, അടുത്തവർ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു. പിന്നെ ഇതിൻ്റെ ഫുള്ള് നമ്മൾ പോയതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പം മേടിച്ചത് എന്തൊക്കെയാണെന്ന് ഞാൻ സെപ്പറേറ്റ് എടുക്കുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഒത്തിരി ദൂരമാണെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇരുന്നത്. ആക്ച്വലി വലിയ ദൂരമൊന്നുമില്ല, ഇവിടുന്ന് ഒരു 20 മിനിറ്റ് അത്രേ ഉള്ളൂ പോകാനായിട്ട്. അപ്പം ഇത് ഡിസംബർ 1 വരെ എന്തോ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ പോകാം. അപ്പം നമുക്ക് വീണ്ടും മേടിക്കാം എന്തെങ്കിലുമൊക്കെ. കാര്യം പുഷ്പമേള പോലെ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് നമ്മൾ മേടിച്ചിട്ടില്ല. ആക്ച്വലി നമ്മൾ പോയത് സ്രാവിനെ മേടിക്കാനാണ്. അപ്പം നമ്മുടെ വീഡിയോസ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ വീഡിയോസ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോസ് എല്ലാം കാണണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് കീപ് വാച്ചിങ്.